ഗൈസ്. അപ്പൊ ഞാൻ സ്കൂൾ വിട്ട് വന്നത് അമ്മയുടെ എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്താ ഉണ്ടാക്കണം? അമ്മ മാക്രോണിന്നാണ്. അപ്പൊ അതൊരു പ്രത്യേക സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സാധനം മാക്രോണി. ഇതാണ് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അമ്മയുടെ അതിനുള്ള സാധനങ്ങളൊക്കെ മുറിക്കുകയാണ്. സ്കൂളത്തെ വിശേഷം രാവിലെ ഞാൻ അമ്മ റാണിയുടെ ആ ഷൂ മഴ നനഞ്ഞിട്ടില്ലേ, പിന്നെ വേറെ ഷൂ ഇല്ല അവളുടെ, അത് അവൾ തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഇട്ട് പോകുമ്പോഴേക്കും ബസ് പോയി. മറ്റേ ഗുരുവായൂരപ്പൻ 8:45 ആ സമയത്തില്ലേ. പിന്നെ അത് 50-ന് വന്നു. 8:50-ന് വന്നോണ്ട് നേരത്തെ പോയി. പിന്നെ ഞങ്ങൾ സുജിത്ത് വരുന്നവരെ കാത്തിരുന്നു 9:05 വരെ. അവളാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. എന്നിട്ട് അവിടെ പോയി ഇറങ്ങിയപ്പോ ജയിച്ച ടീച്ചറെ സുജിത്തിലുണ്ടായിരുന്നു. പിന്നെ ആ ടീച്ചറെ ഫ്രണ്ട് നിൽക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി നടന്നു. പിന്നെ അവിടുത്തെ SPC ചേച്ചിമാരാ, SPC ഒരു യൂണിഫോം ഇട്ട ക്ലാസ് കാണുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ചേച്ചിമാരാണ് ഞങ്ങളെ റോഡ് ക്രോസ് ചെയ്ത് തന്നത്. പിന്നെ അവിടെ പോയപ്പോഴും കറക്റ്റ് സമയം 9:20 സീറ്റ് അവിടെ എത്തുക. അപ്പൊ കറക്റ്റ് സമയമായിരുന്നു. റാണിയൊക്കെ എന്തൊക്കെയോ എഴുതാനായിട്ട് അറിയാറായി. നല്ല ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അവര് നിന്നുകൊണ്ട് ഞങ്ങൾ ബാക്കിലെത്തി. പിന്നെ ആ ബസ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ കണ്ടായിരിക്കും ഞങ്ങളവിടെ സംസാരിച്ചു. പിന്നെ അവിടുത്തെ റോഡ് ക്രോസ് ചെയ്ത് എന്റെ ചേച്ചി എന്നോട് സംസാരിച്ചു, ഇങ്ങനെ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. കുറെ പേര് അതുപോലെ വീഡിയോ ഇട്ട് കണ്ട് കുറെ പേര് എന്നോട് അക്കൗണ്ട് ശരിയായി ചോദിക്കണ്ട. അപ്പൊ എനിക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പൊ അക്കൗണ്ട് ശരിയായിട്ടില്ല, പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ലെറ്റ് നാളെ നോക്കട്ടെ. ലെറ്റിനെ കാണിച്ചില്ല. ശബ്ദം കേട്ട് തന്നെ വാരി തുറന്നു വന്നിരിക്കണു. കുളിപ്പിക്കാൻ പോവാ. ഗൈസ് ലെറ്റുനെ നമ്മ കുളിപ്പിക്കാൻ പോകണം. അതുകൊണ്ട് അവിടെ എണ്ണയൊക്കെ തേച്ചാണ് പെർഫെക്റ്റ് നിർത്തിയിരിക്കുകയാണ്. റാണിയാണ് അവിടെ കുട്ടീനെ നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മയും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റാണിയാണ് കുട്ടീനെ അവിടെ നോക്കുക. റാണിയാണ് കുട്ടീനെ മെയിൻ ആയിട്ട്. അമ്മ അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ തിളച്ചു പാല്. ഇപ്പൊ മാക്രോണി എന്തൊക്കെയാ അതിൽ നോക്കട്ടെ. ഇടാൻ പോവാണെങ്കിൽ ഇപ്പൊ ഗൈസ് സവാള അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ്, തക്കാളി എല്ലാം അരിഞ്ഞിട്ടുണ്ട് അമ്മ. എണ്ണ ഒഴിച്ചിട്ട് മറ്റേ സാധനം മാക്രോണി അപ്പൊ ലാസ്റ്റ് ഇടുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്നത് പറയുക. ഇത് ഇഞ്ചി അല്ലേ? ഇഞ്ചി ആദ്യം കടുക് വറക്കാൻ പോകണം അമ്മ. പിന്നെ കടുക് പൊട്ടുമ്പോ ഉള്ളി സവാള പിന്നെ ക്യാരറ്റ് സവാള ഇത്തിരി മലകണം സവാള കുറച്ച് വതകണം ഗൈസ്. എന്താ പണ്ട് അതിൽ കഴിഞ്ഞിട്ട് ക്യാരറ്റ് തക്കാളി ലാസ്റ്റാണ് കേട്ടോ. ക്യാരറ്റ് ഇട്ടു. ഇഞ്ചി എപ്പോഴാ? ഇഞ്ചി കൊടുക്കും. നന്നായിട്ട് നോക്കട്ടെ. എന്താ
അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോഴേക്കും ഉണ്ടാക്കി വെക്കില്ലേ? എന്താ വൈകിട്ട് ഉച്ചയെ പറഞ്ഞത് ഇന്നലെ മക്രോണിൻ്റെ അളവ് എങ്ങനെയാണ് അമ്മ എനിക്ക് കാണണം, ഞാൻ വന്നിട്ട് മുതൽ നാളെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കുക എന്ന് പറയാം. ഓക്കെ, ഇത് 10 മിനിറ്റ് അപ്പോഴേക്കും അറിയോ? ചായ തിളച്ചാ? ചായ നോക്കാം. എത്ര ടീസ്പൂണാണ്? അതുകൊണ്ട് കുറച്ച് എരിവ് കൂടുതൽ പറ്റില്ലല്ലോ. അപ്പൊ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് മുളക്. ഇത് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി. അതല്ലേ അത് ഇത്തിരി മണത്തിന്. മാക്രോൺ ലാസ്റ്റിലാണല്ലോ. ഫസ്റ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഉപ്പ് തിളച്ച വെള്ളത്തില് എപ്പോട്ട് വെച്ചത്? 10 മിനിറ്റ് മുന്നേ. 10 മിനിറ്റ് മുമ്പ് മാക്രോണി വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. കല്ല് പോലെ ഈ സാധനം ഉപ്പിട്ട് തിളച്ച വെള്ളത്തില് മാക്രോണി കൂട്ടിയിട്ട് എടുത്ത് വെക്കുക. മാക്രോണി ഇടാൻ പോവാ ഗൈസ്. മാക്രോണി ഇടാൻ പോവാണെങ്കിൽ മാക്രോണിത്തെ വെള്ളം കളയണം. ഇനി വെള്ളം ഒഴിക്കൂലേ? വെള്ളം വേണ്ട, അതിൻ്റെ ചെറിയ വെള്ളം. മസാല ഇനി ഇത് എത്ര സമയം ഇത് ഒന്ന് പിടിക്കണവരെ? അതൊന്ന് പിടിക്കണം. ഈ ഒരു ചെറിയ വെള്ളം ഉണ്ടല്ലോ, ഈ തക്കാളിൻ്റെ വെള്ളം, ഉപ്പിട്ട് വെള്ളത്തിൽ മൂറ്റി വെച്ചതിൻ്റെ വെള്ളം എല്ലാം മിക്സ് ആവുന്നത്. ചായ അറിയാമോ? ചായ നന്നായി ഇളക്കണം, എന്നാലേ അതെല്ലാം പിടിക്കുള്ളൂ. ഗായ്സ്, അങ്ങനെ മാക്രോണി റെഡി ആവാറായിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മ സ്കൂൾ വിട്ട് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വരുമ്പോഴൊന്നും മാക്രോണി എല്ലാം ഉണ്ടാക്കായിരിക്കും. മാഗി ഉണ്ടെങ്കിൽ മാഗി ഉണ്ടാക്കും, മിക്സർ ആയിരിക്കും. ഇല്ല പറഞ്ഞാൽ ഇഡ്ഡലിയോ പലഹാരമായിട്ട് ഇഡ്ഡലിയോ ദോശയോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇന്ന് മാക്രോണി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ മാക്രോണി ഉണ്ടാക്കുകയാണ്. മാക്രോണി ഉണ്ടാക്കി കഴിയാറായി. കഴിഞ്ഞമ്മ കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം. നല്ല മണമുണ്ട്. മല്ലി ലാവയൊക്കെ പറക്കണം. ഗായ്സ്, മാക്രോണി റെഡി ആയിട്ടുണ്ട്. അമ്മ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്പൂൺ എടുക്കാൻ നല്ല ചൂടുള്ളതുകൊണ്ട്. ഗായ്സ്, ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഗായ്സ്, മാക്രോണി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അതുപോലെ മാക്രോണി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.